ലോകസ്ഥാപനം മുതൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് എല്ലാ പുകഴ്ചയും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക ദിവസം വൈകുന്ന സമയത്തും പല സമയ മേഖലകളിലാണെന്ന് ഞാൻ അറിയുന്നു. എങ്കിൽ കൂടെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ സമയം അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഈ വൈകുന്ന നേരത്തും നമുക്കൊരുമിച്ച് തിരുസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. തിരുച്ചിറകടിയിൽ ദൈവം നമ്മെ വീണ്ടും നിറയ്ക്കട്ടെ, കൃപയിൽ നമ്മെ നിലനിർത്തട്ടെ. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയാൽ ദൈവം നമ്മെ നിറയ്ക്കുകയും വിശുദ്ധിയിൽ ദൈവം നമ്മെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇനി നടക്കുവാനിരിക്കുന്ന വലിയ വെള്ള സിംഹാസന ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു രൂപരേഖയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നാം കണ്ടത് കുറ്റപത്രത്തെക്കുറിച്ച്. എന്താണ് ആ വലിയ വെള്ളസിംഹാസന ന്യായവിധിയിൽ ന്യായം വിധിക്കപ്പെടുവാനുള്ളവരുടെ കുറ്റപത്രം അല്ലെങ്കിൽ അവർക്കെതിരായുള്ള ആരോപണം, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് നാം കണ്ടത്. ഒന്ന്, ദൈവത്തിൻ്റെ സൗജന്യദാനമായ രക്ഷയും രക്ഷകനെയും അവർ മനഃപൂർവം വേണ്ട എന്ന് വെച്ചു, തള്ളിക്കളഞ്ഞു. 2, അവർ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടില്ല. 3, അവർ പാപത്തെ സ്നേഹിച്ചു. അവരുടെ പ്രവൃത്തി ദോഷമുള്ളത്. അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു അല്ലെങ്കിൽ പ്രിയപ്പെട്ടു. അതിനെയാണ് നമ്മൾ പറഞ്ഞത്, അവർ പാപത്തെ സ്നേഹിച്ചു. 4, അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല, സുവിശേഷം അനുസരിച്ചില്ല. ഫലത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ അവർ വേണ്ടെന്ന് വെച്ചു, രക്ഷാദാനം അവർ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ ശിക്ഷാവിധിയും ഈ കടുത്ത അവരുടെ നാശത്തിൻ്റെ അനുഭവവും അവരുടെ സ്വയം തിരഞ്ഞെടുപ്പാണ്. അതിന് വേറെ ആരും ഉത്തരവാദികൾ അല്ല. അതാണ് നാം ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത്. സ്തോത്രം. എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവിനെ വിശ്വസിപ്പാൻ ഭാഗ്യം ദൈവം തന്നു. അതുപോലെ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ, ക്രിസ്തുവിൽ ആശ്രയിപ്പാൻ ഒക്കെ ഭാഗ്യമുണ്ടായി. ഇങ്ങനെ ഇവരുടെ കുറ്റം കർത്താവ് തെളിയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന അത്ഭുതാവഹമായ കാര്യവും നമ്മൾ കണ്ടു. ഇവർ വീണ് കർത്താവിനെ നമസ്കരിച്ച് യേശു തന്നെ കർത്താവെന്ന് എല്ലാ നാവും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ വെദർ പീപ്പിൾ വിൽ അക്സെപ്റ്റ് the lordship of Jesus or not. But the question, the most important aspect of the question is whether a person will be saved even after having confessed Jesus' lordship. യേശുവിൻ്റെ കർത്തൃത്വം ഒരാൾ അംഗീകരിക്കുമോ, ഏറ്റുപറയുമോ
യേശുവിന്റെ മുമ്പിൽ ഒരാൾ വണങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. സകലരും വണങ്ങും. എല്ലാവരും യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കും, ഏറ്റുപറയും. അതൊരു ചോദ്യമേ അല്ല. പക്ഷെ ചോദ്യം എന്താ? അങ്ങനെ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് കൊണ്ടും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് കൊണ്ടും ഏറ്റുപറയുന്നവന് രക്ഷിക്കപ്പെടുവാൻ കഴിയുമോ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. സ്തോത്രം. അത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതല്ലാതെ ഒരാൾ യേശുവിനെ അംഗീകരിക്കുമോ എന്നുള്ളത് നമ്മുടെ ചോദ്യമേ അല്ല. അംഗീകരിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രയുമായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പക്ഷെ ഇതിന് മുന്നിലത്തെ ഒരു സംശയം, ജീവപുസ്തകത്തിൽ പേരുള്ളവർ ആരും വലിയ വെള്ളസിംഹാസന ന്യായവിധിയുടെ മുമ്പിൽ കാണുകയില്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ജീവിച്ചപ്പോൾ വിശുദ്ധിയോടെ ജീവിക്കാത്ത, അങ്ങനെ ഒരു സെന്റൻസ് ഭാഷ പറഞ്ഞായിരുന്നു, ചിലർ ഇവിടെ കാണുമെന്ന്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള എല്ലാവരും ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. അവർ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ വാഴും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ യേശുവിനോട് കൂടെ ഉള്ള മനുഷ്യർ, ശരീരത്തിൽ താമസിക്കുന്നവർ, ജാതികളിലും യഹൂദന്മാരിലും പെട്ടവർ, ചിലർ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അവരുടെ ആയുസ് പൂർത്തിയാക്കി മരിക്കും. അങ്ങനെ മരിക്കുന്നവർ ഉയർക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് 20-ന്റെ 12-ാം വാക്യത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ യേശുവിനോടുള്ള വിധേയത്വത്തിൽ ജീവിച്ച് മരിച്ചവർ ഉയർക്കുന്നത് ഈ സമയത്താണെങ്കിലും അവർ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ്. അവർ മറ്റുള്ളവരോടുകൂടെ നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടുകയില്ല. അവരെ കർത്താവ് തൻ്റെ നിത്യരാജ്യത്തിലേക്ക് ചേർത്തുകൊള്ളും. അങ്ങനെ ഉള്ളവരുടെ പേരുകൾ പരിശോധിക്കുക എന്നതുകൂടെയാണ് വെളിപ്പാട് 20-ന്റെ 12-ൽ വലിയ വെള്ളസിംഹാസന ന്യായവിധിയിൽ ജീവപുസ്തകം തുറക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാണ് നമ്മൾ പറഞ്ഞത്. വ്യക്തമായോ? ഓക്കെ, താങ്ക് യു. മനസ്സിലായി. ഓക്കെ. അതായത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവിനുള്ളവരായി ജീവിച്ചു മരിക്കുന്നവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ കാണും. എന്നാൽ അവരും ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ പൊതു ഉയർത്തെഴുന്നേൽപ്പിൽ മാത്രമേ ഉള്ളൂ. അവർ ശിക്ഷിക്കപ്പെടാതെ നിത്യജീവനിലേക്ക് കടക്കേണ്ടതിന് ജീവപുസ്തകത്തിന്റെ ഒരു പരിശോധന ഇവിടെ നടത്തുന്നു എന്നാണ് നമ്മൾ കണ്ടത്. മറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ശരി, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ നാം കാണുന്നത് കുറ്റപത്രം കണ്ടു, അല്ലെങ്കിൽ ഇവരുടെ പാപം എന്താണെന്ന് കണ്ടു. ആരും തെറ്റിദ്ധരിക്കരുത്, തെറ്റായി മനസ്സിലാക്കരുത്.
യേശുവിൽ വിശ്വസിക്കാത്തവർ പ്രായോഗികമായി എത്ര വിശുദ്ധന്മാരായാലും അവർക്ക് അവരുടെ നീതിപ്രവൃത്തികളാൽ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവുണ്ടായിരിക്കുകയില്ല. 2, യേശുവിൽ വിശ്വസിക്കാതെയും യേശുവിനെ അംഗീകരിക്കാതെയും പാപത്തിൽ ജീവിച്ച വ്യക്തികൾക്ക് 2 തരത്തിലുമുള്ള ശിക്ഷ ലഭിക്കും. യേശുവിൽ വിശ്വസിക്കാഞ്ഞതിനും പാപ ജീവിതത്തിൽ അവർ സമയം ചിലവഴിച്ചതിനും. ഇത് വ്യക്തമായി കാണുമല്ലോ. നിത്യശിക്ഷാവിധിക്ക് അടിസ്ഥാനപരമായ പാപം യേശുവിൽ വിശ്വസിക്കാത്തതാണ്. അല്ലാതെ ഒരുവന്റെ പാപപ്രവർത്തികൾ അല്ല എന്ന് പറഞ്ഞതിലാണ് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞത്. അപ്പം പാപത്തിൽ ജീവിക്കുന്നതിന് ശിക്ഷയില്ലേ എന്ന സംശയം ആർക്കും അരുത്. ഉണ്ട്. സകല പാപപ്രവർത്തികൾക്കും ശിക്ഷയുണ്ട്. അത് 2ാമത്തെ ശിക്ഷ, അല്ലെങ്കിൽ 2ാം പടിയാണത്. ആദ്യ പടി അവർ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത്. അതിനാണ് ആദ്യത്തെ ഭാഗം പറഞ്ഞത്. യേശുവിൽ വിശ്വസിക്കാത്ത ഒരുത്തൻ എത്ര കണ്ട് പ്രായോഗികമായി വിശുദ്ധനാണെന്ന് പറഞ്ഞാലും അവന്റെ ആ പ്രായോഗികത അവനെ രക്ഷയിലേക്ക് നടത്തുന്നില്ല. സ്തോത്രം. ശരി, ഇനിയും നമുക്ക് നോക്കാനായിട്ടുള്ളത്, ഇങ്ങനെ ഇവരെ വിധിക്കുമ്പോൾ ഈ മനുഷ്യരെ അവരുടെ അവിശ്വാസവും മാനസാന്തരമില്ലായ്മയും പാപവും അനുസരണക്കേടും നിമിത്തം വിധിക്കുമ്പോൾ ഇവരുടെ പ്രവർത്തികൾക്കും ഇവരുടെ പാപങ്ങൾക്കും ഇവരുടെ ജീവിതത്തിനുമൊക്കെ സാക്ഷികൾ വേണമല്ലോ. Now we will look into the witnesses. സാക്ഷികൾ ആരൊക്കെ ആയിരിക്കുമെന്നുള്ളതാണ്. ഇവരെ കുറ്റം വിധിക്കുമ്പോൾ സാക്ഷികളെ വിസ്തരിക്കണമല്ലോ. എല്ലാ കേസുകളിലും സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികളില്ലാത്തിടത്ത് മറ്റു പല സാക്ഷികളെയും ഇന്നത്തെ കോടതികളിൽ ഹാജരാക്കാറുണ്ട്. ചില കേസുകളിൽ സാക്ഷികൾ കാണത്തില്ല. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചു, കേരളത്തിൽ വയനാട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു കശാപ്പുകാരനാണ്, അറവുകാരനാണ്. അയാൾ ഭാര്യയെ അറവുശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്തു കൊന്നു. 2023 മറ്റോ നടന്നൊരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ. He's a butcher. A butcher husband took his wife to the butcher shop and he killed her. No witnesses. ആരും സാക്ഷികളില്ലാത്ത ഒരു കേസാണെന്ന് പേപ്പറിൽ എഴുതിയിരുന്നതാ. വെളുപ്പിനെ 3:30 മറ്റുമാണ് ഭാര്യയും കൊണ്ട് കശാപ്പ് ശാലയിൽ പോയത്. ശബ്ദം കേൾക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ തകർത്ത് മഴ പെയ്യുന്നത് കൊണ്ട് ഒരു ശബ്ദത്തിന്റെ അസ്വസ്ഥത വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പം വെളുപ്പിനെ 3:30 വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി, ഇന്ന് സഹായി ആരും ഇല്ല, അതുകൊണ്ട് നീ വന്ന് മൃഗത്തെ കശാപ്പ് ചെയ്യാൻ സഹായിക്കണമെന്നും പറഞ്ഞ് ഭാര്യയെ കൊണ്ടുപോയതാ. ഭർത്താവ് വിളിച്ചുകൊണ്ട് പോയതല്ലേ, ഭർത്താവിന്റെ ജോലിയിൽ സഹായിക്കാൻ വേണ്ടി. അവിടെ കൊണ്ടുവന്ന് കശാപ്പ് ശാലയിൽ വെച്ച് സ്വന്തം ഭാര്യയെ കശാപ്പ് ചെയ്തു. ഒരു സാക്ഷികളും ഇല്ല. പക്ഷെ അയാളെ ശിക്ഷിച്ചു ഇപ്പോൾ. അപ്പോഴാണ് പത്രക്കാരക്കാർ എഴുതിയത്. സാക്ഷികൾ ആരുമില്ലാത്ത ഈ കേസിൽ പ്രോസിക്യൂഷൻ മറ്റു പല തെളിവുകളും നിരത്തി.
ആ തെളിവുകളൊക്കെ സാക്ഷികൾ, ദൃക്സാക്ഷികൾ ആരും ഇല്ലാത്ത ഈ കേസിൽ പ്രതിക്ക് എതിരായിട്ട് ഉപയോഗിക്കപ്പെട്ടു. അതുപോലെ ഈ വലിയ വെള്ളസിംഹാസന ന്യായവിധിയിൽ പ്രതികൾക്ക് എതിരായി വിനിയോഗിക്കപ്പെടുന്ന, ദൈവം ഉപയോഗിക്കുന്ന, ന്യായാധിപൻ ഉപയോഗിക്കുന്ന ചില സാക്ഷികളുണ്ട്. അതിൽ ചിലതിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സ്തോത്രം. വിറ്റ്നസസ്. നമ്പേഴ്സ് 35:30. സംഖ്യാപുസ്തകം 35:30. Anyone who kills a person is to be put to death as a murderer only on the testimony of the witnesses. But no one is to be put to death on the testimony of only one witness. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മവിടെ കാണുന്നത് സാക്ഷികളുടെ മൊഴിപ്രകാരം അതിന് ഒരു സാക്ഷി മതിയാകുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് രണ്ടോ രണ്ടിലധികമോ സാക്ഷികൾ ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഉറപ്പിക്കാം. 2 or more witnesses are needed to establish an allegation or an accusation. നന്മയായിട്ടുള്ളതോ തിന്മയായിട്ടുള്ളതോ ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കണമെങ്കിൽ 2 സാക്ഷികളുടെയെങ്കിലും മൊഴി ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ മറ്റൊന്ന് 1 തിമോത്തി 5:19. 1 തിമോത്തിയോസ് 5:19 വാക്യം. 2-3 സാക്ഷികളുടെ മുഖേനയല്ലാതെ ഒരു മൂപ്പന് നേരെ അന്യായം എടുക്കരുത്. അതാണ് നമ്മളിപ്പോൾ സംഖ്യാപുസ്തകത്തിലും വായിച്ചത്. ഒരു സാക്ഷി മാത്രം പോരാ, മിനിമം 2 പേരെങ്കിലും വേണം. 2-3 സാക്ഷികളുടെ മൊഴിപ്രകാരമല്ലാതെ ഒരു മൂപ്പന് നേരെ നടപടിയൊന്നും സ്വീകരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിധി പറഞ്ഞ ദൈവം, ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയ ദൈവം സ്വയം ന്യായം വിധിക്കുന്ന സമയത്തും ഈ നിയമം തന്നെ പാലിക്കും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒന്നിലധികം സാക്ഷികൾ ഈ ന്യായവിധിയിലും വേണ്ടതായിട്ട് വരും. അതിൽ ചിലതിനെ നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 50:4 വാക്യം. വായിച്ചോ സുജ. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. വേറെയും പല ഭാഗങ്ങളും ഉണ്ട് ഇതിനോടനുബന്ധിച്ചുള്ളത്. നമുക്ക് തൽക്കാലം ഒന്നും മതിയല്ലോ. ആകാശത്തെയും ഭൂമിയെയും ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കുന്നതിന് സാക്ഷ്യത്തിനായിട്ട് വിളിക്കുന്നു. യെശയ്യാ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ആകാശത്തെയും ഭൂമിയെയും വിളിച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഇസ്രായേലിനെതിരായിട്ട് വാദിക്കുന്ന സംഗതിയാണ് നാം യെശയ്യാ 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇവിടെയും നാം അത് തന്നെയാണ് കാണുന്നത്. ആകാശത്തെയും ഭൂമിയെയും ദൈവം തൻ്റെ ജനത്തിന് എതിരായി സാക്ഷ്യം പറയാൻ വിളിക്കുന്നു. മോശയും ഇസ്രായേൽ മക്കളുമായിട്ട് സംസാരിക്കുന്ന അവസാന സമയങ്ങളിൽ പറയുന്നുണ്ട്,
ഞാൻ ഇന്ന് നിങ്ങളോട് ചെയ്യുന്ന ഈ നിയമത്തിനൊക്കെ ആകാശവും ഭൂമിയും സാക്ഷികൾ. അപ്പോൾ ആകാശഭൂമികൾ കള്ളം പറയത്തില്ല. ദൈവം ഈ സാക്ഷ്യത്തിനായിട്ട് വിളിക്കുന്ന ഈ ഏതാണ്ട് എല്ലാ സാക്ഷികളും തന്നെ നിർജീവ വസ്തുക്കളാ, കള്ളം പറയാത്ത തെളിവുകളാ. സ്തോത്രം. അപ്പോൾ ഇവിടെ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. മത്തായി 12-ാമത്തെ അധ്യായത്തിന്റെ 41-42 വാക്യങ്ങൾ. മാത്യു 12:41-42. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. സ്തോത്രം. യേശു കർത്താവ് വിശ്വസിക്കാതിരുന്ന യഹൂദജാതിയോട്, ഇസ്രായേലി പട്ടണങ്ങളോട് സംസാരിക്കുന്ന, അവയ്ക്കെതിരെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ആരെയൊക്കെ അവിടെ സാക്ഷികളായിട്ട് കാണുന്നത്? സോദോം, അല്ലേ? അതല്ലേ വായിച്ചേ? നിനവേക്കാര്, തെക്കേ രാജ്ഞി, ശേബ രാജ്ഞി, അപ്പൊ ഇവിടെ വിശ്വസിക്കാതിരുന്ന, അനുസരിക്കാതിരുന്ന ഇസ്രായേല്യർക്ക് എതിരെ മാനസാന്തരപ്പെട്ട മറ്റു ചിലർ, ദൈവപ്രവർത്തികളെ അംഗീകരിച്ച മറ്റു ചിലർ സാക്ഷിയായിട്ട് എഴുന്നേൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. ആവർത്തന പുസ്തകം 30:19. 30:19. Deuteronomy 30:19. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ആകാശ ഭൂമികളെ കർത്താവ് സാക്ഷികളാക്കുന്നു. ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ച ജാതികൾ ദൈവജനത്തിനെതിരെ സാക്ഷികളാകുന്നു. സ്തോത്രം. ഇനിയും നമുക്ക് നോക്കിയാലോ? മാർക്ക് 6:11, മർക്കോസ് 6:11. And if any place will not welcome you or listen to you, shake the dust off your feet when you leave, as a testimony against them. സുവിശേഷകരുടെ കാലിലെ പൊടി, അനുസരിക്കാതിരിക്കുന്ന, സുവിശേഷകരെ കൈക്കൊള്ളാതിരിക്കുന്ന ദേശത്തിന് എതിരായി സാക്ഷികളാകും. ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി തട്ടി ഇട്ടിട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സാക്ഷി ഹബക്കൂക്ക് 2:11. 2:11. ഹബക്കൂക്ക് 2:11. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ഒരുവൻ പാപം ചെയ്യുന്ന സ്ഥലത്തുള്ള നിർജീവ വസ്തുക്കൾ, അത് വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിൽ വീട്ടിലെ
വസ്തുവകകൾ. നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാമല്ലോ, തൊണ്ടിമുതൽ എന്ന് പറയുന്ന സാധനം. എനിത്തിങ് റിലേറ്റഡ് ടു എ ക്രൈം is a proof and a witness against the criminal. It may be sometimes a tissue, just a tissue, wipe the sweat. Maybe a bit of sweat or a bit of spit. Maybe a piece of wood or iron or a cloth, whatever it be. ഞാൻ ചില ഫീച്ചറുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ കണ്ടിട്ടുള്ളത്, ദീർഘവർഷങ്ങളായി പിടികിട്ടാപ്പുള്ളിയായിട്ട് നടന്ന ചില കുറ്റവാളികൾ, പിടികിട്ടാപ്പുള്ളികളായി നടന്ന ചില കുറ്റവാളികൾ, അവരെ പിടിച്ചത് ഡിറ്റക്റ്റീവ്സ് അവരുടെ പുറകെ കൂടിയിട്ടുണ്ട്, സംശയമുള്ളവരുടെ. പക്ഷെ ചുമ്മാ അതങ്ങ് പിടിക്കാനൊക്കത്തില്ല, ഒരാളുടെ മേൽ സംശയം ഉണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ പുറകെ കൂടി 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 വർഷങ്ങളായി. ഒടുവിൽ ഒരു ഹോട്ടലിലെങ്ങാണ്ട് ചെന്നു. അയാളൊരു ടിഷ്യൂ എടുത്ത് വിയർപ്പൊക്കെ തുടച്ചിട്ട് വേസ്റ്റ് ബിന്നിലിട്ടു. ഡിറ്റക്റ്റീവ്സ് ആയിട്ട് പുറകെ കൂടിയവർ ആ ഒരു ടിഷ്യൂ എടുത്ത് അതിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് ആളിത് തന്നെയാണെന്ന് ഉറപ്പിച്ചു. സാക്ഷ്യത്തിനായിട്ട് കിട്ടിയത് ഒരു ചെറിയ ടിഷ്യൂ ആ, വിയർപ്പിന്റെ ഒരു ചെറിയ കണം, ചിലപ്പോൾ ഒരു തുള്ളി രക്തം, ചിലപ്പോൾ ഒരൽപ്പം തുപ്പല്, ചിലപ്പോൾ നഖത്തിന്റെ ഇടയിൽ നിന്നെങ്ങാനും കിട്ടുന്ന മാംസത്തിന്റെ അല്ല തൊലിയുടെ, ത്വക്കിന്റെ, സ്കിന്നിന്റെ ഒരു ചെറിയ കഷണം. മേ ബി എ ടിഷ്യൂ, ദാറ്റ്സ് ഓൾ. അപ്പൊ എന്തെങ്കിലുമൊക്കെ തൊണ്ടി മുതലായിട്ട് കാണും. ചെരുപ്പ്, വടി, തുണി. അതാ യൂദാ പറയുന്നത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഇവിടെ യഹൂദ ജാതിയോട് പറയുന്നത്. യഹൂദന്മാരുടെ പാപത്തെ, യെരുശലേം വാസികളുടെ പാപത്തിനെതിരായിട്ട് ഹബക്കുക്ക് സംസാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ രഹസ്യ അറകളിൽ ഇരുന്നു കൊണ്ട് പാപം ചെയ്തു, ആരും കണ്ടില്ലെന്നൊന്നും നടിക്കണ്ട. മനുഷ്യരാരും കാണില്ല. നിങ്ങളുടെ ജീവകാലത്ത് മുഴുവനും നിങ്ങൾക്ക് ഭക്തനെന്ന കപടവേഷം ധരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. ആരും നിങ്ങളെ കണ്ടുപിടിച്ചില്ല. മരണശേഷവും ആർക്കും മനസ്സിലായില്ല. ഒരു ക്യാമറ കണ്ണുകളിലും പതിഞ്ഞില്ല. ഒരു ഹാർഡ് ഡിസ്കും നിങ്ങളെ ഒറ്റിക്കൊടുത്തില്ല. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുന്നു. കല്ല് നിലവിളിക്കും. പിന്നെ മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയും. നിങ്ങളിരുന്ന രഹസ്യ അറയിൽ പാപം ചെയ്യുന്ന വീടിന്റെ ഭിത്തിക്കകത്തിരിക്കുന്ന കല്ല്, ഇഷ്ടിക, മണല്, സിമന്റ്, ടൈൽസ്. ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഇന്ന് ഏറ്റവും കൂടുതൽ പാപത്തിന് സാക്ഷി നിൽക്കുന്ന ഒരു സാധനമായത്, അല്ലേ? ഏറ്റവും അധികം ഇന്ന് പാപത്തിന് എതിരായി ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുന്ന സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഡിവൈസസ്. മൊബൈൽ ഫോൺ ആകട്ടെ,
കമ്പ്യൂട്ടർ ആകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, ആ വകുപ്പിൽപ്പെട്ടതല്ല. ഈവൻ ഇന്നാണെങ്കിൽ വാച്ചുകൾ വരെ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. നമ്മൾ പാപം ചെയ്യുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ, ഇന്റർനെറ്റ്, ഇവയെല്ലാം ഈ ഗണത്തിൽപ്പെടും. അതെല്ലാം നമുക്ക് ഈ ഹബക്കൂക്ക് 2:11 പെടുത്താം. അതുകൊണ്ടാണ് ചില പ്രസംഗകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, നമുക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷം പറയാൻ പോകാനും ഒന്നും സമയമില്ലായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമുക്കെതിരായിട്ട് ദൈവം നിരത്തി വയ്ക്കുമെന്ന്. എത്ര മണിക്കൂറാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നത്? എന്നാൽ പ്രാർത്ഥിക്കാനോ? സ്തോത്രം. സ്ക്രീൻ ടൈം വേഴ്സസ് ബൈബിൾ ടൈം, പ്രയർ ടൈം, ഇങ്ങനെയൊക്കെ നമുക്കതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാലും അവയെല്ലാം നമുക്കെതിരെ സാക്ഷികളാകും. സ്തോത്രം. നമ്മുടെ കണ്ണാടി, നമ്മുടെ ചെരുപ്പ്, നമ്മുടെ വണ്ടി, എല്ലാം. ഇന്നാണെങ്കിൽ റോഡ് നീളെ ക്യാമറകളുണ്ട്, പല വീടുകളിലും കടകളിലും ക്യാമറകളുണ്ട്. അതുകൊണ്ട് ഇന്ന് കള്ളന്മാർക്കൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വളരെ പ്രയാസമാണ്. ഏത് ഊടുവഴിയിൽ കൂടെ ചാടിയാലും ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ക്യാമറകൾ ഇരിപ്പുണ്ട്. അതിലേതിലെങ്കിലും ഒന്നിൽ ഇവൻ പതിയും. അങ്ങനെ എത്ര കേസുകളാണ് പിടിക്കപ്പെട്ടത് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ക്യാമറ കണ്ണുകളാണിതെല്ലാം. ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. കഴിയുകയില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം സാക്ഷികൾ ദൈവം ഈ മനുഷ്യർക്കെതിരെ നിരത്തും. ഇവർക്കെതിരെ എന്ന് മാത്രമല്ല, നമുക്കെതിരെയും ഇങ്ങനെയൊക്കെ തന്നെയാകും കേട്ടോ. ഇത് എല്ലാവർക്കും പൊതുവായ സംഗതികളൊക്കെയാണ്. സ്തോത്രം. സോഷ്യൽ മീഡിയകളിലും ഓരോരുത്തരോടും നമ്മൾ നടത്തുന്ന ചാറ്റിങ്ങും ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പോലും സൈബർ സെല്ലുകാർക്ക് വീണ്ടെടുത്ത കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഈ നിർജീവ സംഗതികൾ പോലും ദൈവത്തിന് വേണ്ടി പാപികളായ മനുഷ്യർക്കെതിരെ സാക്ഷ്യം പറയുവാൻ വിളിച്ച് നിർത്തപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു തെറ്റും നിഷേധിക്കുവാൻ ഒരു മനുഷ്യനും കഴിയാതെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ വീണുകിടന്ന് സാഷ്ടാംഗം പ്രണമിച്ച് യേശു തന്നെ കർത്താവ് എന്ന് അവർ ഹൃദയംഗമമായിട്ട് ഏറ്റുപറയും. പക്ഷേ സമയം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കുമല്ലോ. സാക്ഷികൾ നിർജീവ വസ്തുക്കളാണ് ഇതിലധികം. നിർജീവ വസ്തുക്കൾ. അതുകൊണ്ട് അവയ്ക്കൊന്നും സ്വയമായിട്ടൊരു തീരുമാനമെടുത്ത് എന്നാൽ ഈ പുള്ളിയെ സഹായിച്ചേക്കാമെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പൊ ഞാൻ എത്ര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ ആയാലും ഇത് നിർജീവ വസ്തു ആയതുകൊണ്ട് എന്നോട് ഇതിന് യാതൊരു മമതയില്ല. ഒരു തരത്തിലും എൻ്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ ഫോണോ യാതൊരു വസ്തുക്കളും എന്നോടൊരു മമതയും കാണിക്കില്ല. ഞാൻ എത്ര കാലം ജീവിച്ച വീടായാലും, ഞാൻ എത്ര പൊന്നുപോലെ കൊണ്ടു നടന്ന വണ്ടിയായാലും,
എന്നെയും കൊണ്ട് ഈ വണ്ടി എവിടെയൊക്കെ പോയെന്ന് കർത്താവിനോടത് എപ്പോഴും പറയും. അതുകൊണ്ടല്ലേ സൈബർ സെല്ലുകാർക്ക് ഉപകാരമാകുന്നത്. ഉടമസ്ഥനെ ഒറ്റിക്കൊടുക്കുന്ന വസ്തുക്കളാണ് ഇവയെല്ലാം. ജീവനുള്ളവയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നോട് അതിന് ഒരു മമത ഉണ്ടായിരുന്നേനെ, എനിക്ക് വേണ്ടി അത് കള്ളം പറഞ്ഞേനെ. പക്ഷേ നിർജീവ വസ്തുവായതുകൊണ്ട് എനിക്ക് വേണ്ടി, യജമാനന് വേണ്ടി കള്ളം പറയാൻ ഈ വസ്തുക്കൾക്കൊന്നും കഴിയില്ല. ആകാശവും ഭൂമിയും പിന്നെ നമ്മുടെ ആരുടെയും സ്വന്തം ഒട്ടല്ല താനും, ഭൂമിയിലെ പൊടി. അപ്പോ ഇങ്ങനെയുള്ള യാതൊന്നും തന്നെ നമുക്ക് അനുകൂലമായി ദൈവസന്നിധിയിൽ വാദിക്കില്ല, സാക്ഷിക്കില്ല. സത്യം സത്യമായി തന്നെ അവതരിപ്പിക്കും. അവിടെ നമുക്ക് ഇവയിൽ നിന്നൊന്നും ഒരു സഹായം ഉണ്ടാകില്ല ഒരു മനുഷ്യനും. നമ്മൾ ഉണ്ടാക്കിയ പണം, നമ്മൾ ചിലവഴിച്ച പണം, നമ്മൾ പോയ സ്ഥലങ്ങൾ, നമ്മൾ പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ, ഇതെല്ലാം നമുക്കെതിരായിട്ട്, സകല മനുഷ്യർക്കുമെതിരായി, പാപം ചെയ്യുന്നത് ആരോ, ഞാനോ നിങ്ങളോ എക്സ് ഓർ വൈ ആരായാലും അവർക്കെതിരായി സാക്ഷിക്കും എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ചോദ്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളല്ലല്ലോ. സ്തോത്രം. ദൈവത്തെ നാം അനുസരിക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഇവയെല്ലാം നമുക്ക് അനുകൂലമായിട്ട് പറയും. കാരണം സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയൂ. അതുകൊണ്ട് നമുക്ക് എതിരായിട്ട് പറയണമെന്ന മനഃപൂർവ്വ താല്പര്യമൊന്നും ഇവകൾക്ക് ഇല്ല. സ്തോത്രം. ഇവകൾക്കില്ല. എന്നാൽ ഇനിയും നമുക്ക് നോക്കാനായിട്ടുള്ളത് വിധിയെക്കുറിച്ചാണ്. The sentence, the verdict, വിധി പ്രസ്താവം. ഈ വിധി പ്രസ്താവിക്കുമ്പോൾ, when the judge pronounces the sentence or verdict, we should note that there won't be any amount of grace, mercy, or love, or compassion. ഇവിടെ ന്യായാധിപൻ വിധി പറയുമ്പോൾ അതിനകത്ത് ഒരു കൺസിഡറേഷനും ഇല്ല, ഒരു കരുതലും ഇല്ല, സ്നേഹം ലേശമില്ല, കരുണ ലേശമില്ല, ദയയോ മനസ്സലിവോ ഇല്ല. സ്തോത്രം. അപ്പം ഇവിടെ ഉള്ളത് ജസ്റ്റിസ്, നീതിയാണ്, ന്യായമാണ്, റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ്, സത്യം, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് wrath. സ്നേഹവും മനസ്സലിവും കരുണയും കടാക്ഷവും ദയയും ഒന്നുമില്ലാതെ, നീതിയും സത്യവും ന്യായവും ക്രോധവും മാത്രം വെളിപ്പെടുന്ന ഒരു ദിവസമാണിത്. അതുകൊണ്ടാണ് റോമർ 2:5-6 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്, ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ക്രോധ ദിവസം. സ്തോത്രം. എടുത്തെങ്കിൽ ഒന്നും കൂടെ വായിച്ചാട്ടെ. നമ്മൾ വായിച്ചതാണ്. But because of your stubbornness and your unrepentant heart, you are storing up wrath against yourself for the day of God's wrath, when Day of God's wrath. The day of God's wrath. ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം.
ആ രണ്ട് കാര്യങ്ങളും അവിടെ ഉണ്ട്. നീതിയുള്ള വിധി. കാരണം പാപത്തിനെതിരായുള്ള ദൈവത്തിൻ്റെ നീതിയുടെ വിധി ക്രൂശിൽ വെളിപ്പെട്ട് കഴിഞ്ഞതാണ്. പാപത്തിന് എതിരായുള്ള പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയായിരുന്നു ക്രൂശിൽ. അത് ദൈവത്തിൻ്റെ ക്രോധമദ്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ചക്കിൽ നമ്മുടെ കർത്താവ് മെതിഞ്ഞരഞ്ഞു. ദൈവത്തിൻ്റെ ആ ക്രോധത്തിൻ്റെ ബോർമയിൽ യേശു വെന്തെരിഞ്ഞു. സ്തോത്രം. ക്രോധത്തിൻ്റെ ചക്കിൽ യേശു ഞെരിഞ്ഞമർന്ന് തൻ്റെ രക്തമെല്ലാം നമുക്കായിട്ടൂറ്റി. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ആ ബോർമയിൽ, സ്തോത്രം, ആ ചൂളയിൽ, ദൈവക്രോധത്തിൻ്റെ ആ കരിഞ്ചൂളയിൽ, ചെഞ്ചൂളയിൽ യേശു വെന്തെരിഞ്ഞ് നമുക്കെല്ലാവർക്കും വേണ്ടി ജീവന്റെ അപ്പമായി മാറി. ജീവന്റെ അപ്പമായി മാറി. സ്തോത്രം. ആ യേശുവിനെ കൈക്കൊണ്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ദൈവം പാപത്തിനെതിരെ വെളിപ്പെടുത്തിയ തൻ്റെ നീതിയും ക്രോധവും ഒരുപോലെ ഓരോ മനുഷ്യന്റെ മേലും വെളിപ്പെടും. ഭയാനകമാകട്ടോ. സ്തോത്രം. യേശു പരിശുദ്ധനായ ദൈവപുത്രനായതുകൊണ്ട് അതിനെ അതിജീവിച്ച് പുറത്തു വന്നേ ഉള്ളൂ. യേശു പാപമില്ലാത്ത പരിശുദ്ധനായിരുന്നതുകൊണ്ടും ദൈവപുത്രനായിരുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയെയും ദൈവത്തിൻ്റെ ക്രോധമുള്ള വിധിയെയും അതിജീവിച്ച്, സ്തോത്രം, അതിനെ നിവർത്തിച്ച് പുറത്തു വന്നേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ നീതിയുള്ള ക്രോധത്തിൻ്റെ വിധിയെ അതിജീവിച്ചു പുറത്തു വരാൻ പറ്റുകയില്ല. അതിൻ്റെ ഭയാനകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. Because Jesus was a son of God, innocent, blameless, sinless son of God, he endured the wrath, the righteous wrath of God, the holy, most holy God against sin. And he came out victorious, earning righteousness and salvation for the entire humanity, whoever believes in him. But no man can individually or even collectively surpass this righteous, wrathful judgment of God against sin. സ്തോത്രം. മനസ്സിലായല്ലോ? യേശുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞത് ഇതേ നീതിയും ക്രോധവുമാണ്. എന്തിനെതിരെ ഉള്ളത്? പാപത്തിനെതിരെ. ഓക്കെ, എഗൻസ്റ്റ് സിൻ. പാപത്തിനെതിരായിട്ടുള്ള ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ നീതിയും കൂടെ കത്തിജ്വലിച്ച സ്ഥലമാണ് ക്രൂശ്. പക്ഷെ യേശു പാപരഹിതനായതുകൊണ്ട്, പരിശുദ്ധനായിരുന്നതുകൊണ്ട്, നീതിമാനായിരുന്നതുകൊണ്ട്, ദൈവപുത്രനായിരുന്നതുകൊണ്ട് അതിന് പുറത്തു വന്നു, ജയാളിയായി പുറത്തു വന്നു. എന്നാൽ ഒരു മനുഷ്യനും അത് സഹിച്ചു നിൽപ്പാൻ കഴിയില്ല, അതിൽ നിന്ന് പുറത്തു വരുവാനും സാധ്യമല്ല. ഈ ശിക്ഷാവിധിയുടെ ഭീകരതയാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് ന്യായാധിപനായി വെള്ളസിംഹാസനത്തിലിരുന്ന്, വലിയ വെള്ളസിംഹാസനത്തിലിരുന്ന്
വിധി പ്രസ്താവിക്കുമ്പോൾ അവിടെ എന്തു മാത്രമേ ഉള്ളൂ? കോപവും ക്രോധവും, പാപത്തിനെതിരായിട്ടുള്ള ക്രോധവും കോപവും നീതിയും ന്യായവും സത്യവുമേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ദീർഘക്ഷമയും അതിൻ്റെയൊക്കെ ഐശ്വര്യം അവിടെ അവസാനിക്കുക. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ദിസ് ഈസ് എ പെർട്ടിക്കുലർ ടൈം. ഈവൻ ദ ബ്ലഡ് ഓഫ് ജീസസ് cannot സേവ് എ സിന്നർ. യേശുവിൻ്റെ രക്തത്തിനു പോലും ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സമയമാണ് ഈ ന്യായവിധിയുടെ സമയം. സ്തോത്രം. Not even the precious blood of Jesus, not even the precious blood of Jesus can save a sinner, even a believing or a repenting sinner, because the time of faith or believing and repenting has expired. സ്തോത്രം. മാനസാന്തരപ്പെടുകയോ ഏറ്റുപറയുകയോ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പാപിയെ യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിനു പോലും രക്ഷിപ്പാൻ കഴിയാത്ത ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഭീകരമായൊരു സത്യം. ഇന്ന് യേശുവിൻ്റെ രക്തത്തിന് വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. ഇന്ന് യേശുവിന് രക്ഷിപ്പാൻ കഴിയാത്തത്ര വലിയ പാപി ആരുമില്ല. യേശുവിൻ്റെ രക്തത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത യാതൊരു പാപക്കറകളുമില്ല. സ്തോത്രം. പക്ഷേ ഒരു നാൾ വരുന്നു, ഒരു സമയം വരുന്നു, യേശുവിന് പോലും രക്ഷിപ്പാൻ കഴിയാതെ വരും. സ്തോത്രം. അത് യേശുവിൻ്റെ രക്ഷിപ്പാനുള്ള ശക്തി തീർന്നു പോകുന്നത് കൊണ്ടല്ല, അത് പ്രായോഗികമാക്കാൻ ദൈവം അനുവദിച്ച സമയം തീർന്നു പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിധി പ്രസ്താവമാണ് ഈ ന്യായാധിപൻ ചെയ്യാൻ പോകുന്നത്. മുമ്പും നമ്മൾ പറഞ്ഞ ഒരു ഉദാഹരണം, ഇന്ന് യേശു വക്കീലാണ്. ജീസസ് ഈസ് നൗ വൺ അറ്റോർണി, എ ഹൈ പ്രീസ്റ്റ്. ഒരു മഹാപുരോഹിതനാണ്, ഒരു വക്കീലാണ്, ഒരു മീഡിയേറ്റർ, ഇന്റർസെസർ, മധ്യസ്ഥനാണ്. വക്കീലിന്റെ, അഡ്വക്കേറ്റിന്റെ, അറ്റോർണിയുടെ ജോലി നമുക്കറിയാം. അയാളെ ആശ്രയിക്കുന്ന എത്രയും വല്ലാത്ത കുറ്റവാളിയെയും രക്ഷപ്പെടുത്തുക. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അജ്മൽ കസബ് എന്ന ഭീകരവാദിക്ക് വേണ്ടിയും വാദിക്കാൻ ഇവിടെ ഒരു വക്കീലുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടിയെ ദാരുണമായി ട്രെയിനിലെ ടോയ്ലറ്റിൽ വഷളാക്കി കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷയ്ക്കെതിരെ വാദിക്കാൻ ഒരു വക്കീൽ, മരിച്ചുപോയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, കഴിഞ്ഞ ഇടയ്ക്ക് അയാൾ മരിച്ചുപോയി, വക്കീലുണ്ടായിരുന്നു.
അതുപോലെ പ്രമാദമായ വിവാദമായ പല കുറ്റവാളികൾക്കും വേണ്ടി സുപ്രീം കോടതി വരെയും വാദിക്കാനും അനുകൂല വിധി നേടിക്കൊടുക്കുവാനും ഇവിടെ വക്കീലന്മാരുണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ. ഒരു വക്കീലിന്റെ പണി എന്ന് പറയുന്നത് തന്നിൽ ആശ്രയിക്കുന്ന ഏതൊരു കക്ഷിക്കും അനുകൂലമായ വിധി നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവും ഇന്ന് മഹാപുരോഹിതനായി, വക്കീലായി, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനായി മഹിമയുടെ വലഭാഗെ ഇരിക്കുന്നത് കൊണ്ട് അവനിൽ ആശ്രയിക്കുന്ന ഏതൊരു പാപിക്കും രക്ഷയ്ക്ക് കാരണമാണ്. എബ്രായർ 7:25 ഈ തരണത്തിലൊന്ന് വായിച്ചു. എബ്രായർ 7:25, ഹീബ്രൂസ് 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ? അവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്ന ഏതൊരു മനുഷ്യന് വേണ്ടിയും സദാ പക്ഷപാതം ചെയ്യുവാൻ ജീവിച്ചിരിക്കുന്നവനായി യേശു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ. ഏതൊരു കുറ്റവാളിക്കും നേരെ കയറി വരാം. എന്നാൽ നമ്മളിപ്പോ പറഞ്ഞു, ആ യേശുവിന് പോലും രക്ഷിപ്പാൻ കഴിയാത്ത ഒരു ന്യായവിധി ദിവസമാണ് വരാൻ പോകുന്നതെന്ന്. കാരണം എന്താ? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. സ്തോത്രം. He will be soon promoted to be the righteous judge. സുപ്രസാദകാലമൊക്കെ തീർന്നിട്ട് ഈ വക്കീൽ ആരാകാൻ പോവുകയാ? ന്യായാധിപൻ. അതും നീതിയുള്ള ന്യായാധിപൻ, മുഖപക്ഷം ഇല്ലാത്ത ന്യായാധിപൻ. ഇപ്പോൾ വക്കീലായിരിക്കുമ്പോൾ പക്ഷവാദം ചെയ്യും. സ്തോത്രം. As long as he is the wakil, attorney, he will be at the side of the repenting sinner. സ്തോത്രം. വക്കീലായിരിക്കുന്നിടത്തോളം, മഹാപുരോഹിതനായിരിക്കുന്നിടത്തോളം തന്നിൽ ആശ്രയിക്കുന്ന പാപിയുടെ പക്ഷം പിടിച്ച് വാദിക്കും. അതുകൊണ്ട് ആ പക്ഷവാദം. ഇവൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് കളവൊന്നും വാദിക്കത്തില്ല നമ്മുടെ വക്കീലന്മാരുടെ കൂട്ട്. അതിൻ്റെ ആവശ്യമില്ല. കർത്താവ് പറയും, അതേ പിതാവേ, ഇവൻ പാപം ചെയ്തു, പക്ഷേ ഇവന്റെ പാപത്തിന്റെ ശിക്ഷയല്ലേ ഇത്? ഇവന്റെ പാപത്തിന്റെ ശിക്ഷയായിട്ടല്ലേ ഞാൻ ഇതെല്ലാം ഏറ്റത്? അതുകൊണ്ട് ഇവനോട് ക്ഷമിക്കാമല്ലോ. കോടതി പറയും, ശരി, അംഗീകരിച്ചിരിക്കുന്നു. അല്ലാതെ ഇവിടുത്തെ എന്താണ് പറയുന്നത്, വക്കീലന്മാരെ പോലെ ഹിന്ദിയിൽ പറഞ്ഞാൽ സച്ച് കാ ഝൂട്ട് ഓർ ഝൂട്ട് കാ സച്ച് ബതാനെ സെ നഹി. സത്യത്തെ അസത്യവും അസത്യത്തെ സത്യവുമാക്കുന്നത് കൊണ്ടല്ല. ന്യായാധിപനായ പിതാവിന്റെ വാദത്തെ അംഗീകരിക്കുന്നു. എന്നിട്ട് ഇവൻ ചെയ്ത പാപത്തിനല്ലയോ ഞാൻ ശിക്ഷകളേറ്റത്, അതുകൊണ്ട് അതെല്ലാം എൻ്റെ പേരിലങ്ങ് കണക്കിട്ടല്ലോ. എന്നിൽ ആശ്രയിക്കുന്ന ഈ കുറ്റവാളിയെ, ഈ പാപിയെ അതുകൊണ്ട് മോചിപ്പിക്കണം എന്നാണ് ഇന്ന് പറയുന്നത്. പക്ഷേ അന്നോ ഈ ന്യായാധിപൻ നോ മോർ എ വക്കീൽ. ഇനിയും ഒരിക്കലും ഇദ്ദേഹം ഒരു വക്കീലല്ല, പകരം നീതിയുള്ള ന്യായാധിപനാണ്. അതുകൊണ്ട് തന്നെയാണ്
ആ കർത്താവിന് പോലും പിന്നെ ആരെയും രക്ഷിപ്പാൻ കഴിയാതെ വരുന്നത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. എങ്കിൽ വിധിപ്രസ്താവത്തെക്കുറിച്ച് ഇന്ന് നമുക്കിനി തുടങ്ങാൻ നേരെയില്ല. അത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെയാകാം. നാളെ 8 മണിക്കായിരിക്കും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഓർക്കുമല്ലോ. സ്തോത്രം. ഈ കർത്താവ് വക്കീലായിരിക്കുന്ന സമയത്ത് തന്നെ ആ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിൽ വിശ്വസിച്ച് ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയാൽ പാപമോചനം പ്രാപിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ഇതിൽ നമുക്ക് നിലനിൽക്കാം. സ്തോത്രം. കർത്താവിൻ്റെ കരുണ വറ്റിപ്പോകാതെ നമ്മോട് അത് ദീർഘമായിരിക്കട്ടെ. നിത്യജീവനായി ഈ വചനങ്ങളും നമുക്ക് കാരണങ്ങളായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.